തോന്നുന്നു ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന മിക്കവരും അങ്ങനെ അന്വേഷിക്കണവർ മിക്കവരും കേട്ടിട്ടുള്ള കാര്യമാണ് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത്. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താൽ മതി, ഏജൻസിക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ടാണ്. കാരണം ഞാൻ ഇതൊക്കെ കേട്ടിട്ടും ഏജൻസിക്ക് പൈസ കൊടുത്ത് അവർ പറയണ ഏതൊരു കോഴ്സും എടുത്തിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. കോഴ്സും അതിൻ്റെ സിലബസൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ മര്യാദക്ക് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന പരിപാടിയല്ല. ഇവിടുന്ന് ജർമ്മനിയിൽ നിന്ന് ഇത് നേരിട്ട് അനുഭവിച്ചൊരു അനുഭവസ്ഥ എന്നുള്ളൊരു രീതി പറയാനാണ്. സ്വന്തമായിട്ടൊന്ന് മെയിനായിട്ട് നോക്കാം. ഡാഡ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഡാഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ IELTS സ്കോറും നമ്മുടെ മാർക്കും കൂടി ഫിൽട്ടർ ചെയ്താൽ നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസും കോഴ്സസും കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ചില യൂണിവേഴ്സിറ്റി യൂണി അസിസ്റ്റ് ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കയറാം. അതിൽ കയറിയിട്ട് നമ്മളൊരു ഫീ അടക്കേണ്ടി വരും ഓരോ കോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ 75 യൂറോ ആണ്. പിന്നെ ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ 30 യൂറോ ആണ് കൊടുക്കേണ്ടത്. ഇതെന്തായാലും ഏജൻസിക്ക് കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര ലാഭമാണ്. കാരണം നമുക്ക് ഉറപ്പിക്കാം ഇന്നൊരു യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. മറ്റേതാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് അവർ അപ്ലൈ ചെയ്ത് വെച്ചേക്കണേന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അവർ അപ്ലൈ ചെയ്യണത് ചിലപ്പോൾ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം. ഞാൻ എല്ലാ ഏജൻസിനെയും പറയണമല്ല, ചില ഏജൻസി യൂണി അസിസ്റ്റ് ത്രൂ അപ്ലൈ ചെയ്യാനുണ്ടാവും. പക്ഷേ ഇവിടെ വന്ന് കുറേ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് യൂണി അസിസ്റ്റ് ത്രൂ അവർ അപ്ലൈ ചെയ്യാറില്ല, പകരം ഫീസ് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യണ കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടേക്കാണ് അവർ അഡ്മിഷൻ എടുത്ത് കൊടുക്കണമെന്നുള്ളത് ആയിരിക്കും. അതിനും നല്ലത് സ്വന്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്യണതാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം അവിടുന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും. സ്വാഭാവികം, എനിക്കും തോന്നിയായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യണതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പമാണ്. ഡോമ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും സൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറങ്ങണതിന് 3 മാസം മുന്നേ അവർക്കൊരു ടെർമിനേഷൻ ലെറ്റർ കൊടുക്കണം. 3 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട്, കാരണം അവർക്ക് വേറൊരാളെ കണ്ടുപിടിക്കണം. പിന്നെ കോളേജിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡീരജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് ഡീരജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇൻ്റർനാഷണൽ ഓഫീസ് ഉണ്ടാവും എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അവിടെ കയറിയിട്ടും ഒപ്പിടിപ്പിക്കാം. പിന്നെ നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റുഡൻറ്റ് ID കാർഡ്. അത് തിരിച്ച് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ ഡീരജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എക്സ്മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. കറൻ്റ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇൻഷുറൻസിൻ്റെ അവിടെ കിടക്കുക. അപ്പോൾ ആരാണോ ഇൻഷുറൻസ് പ്രൊവൈഡർ അവർക്കൊരു മെയിൽ അയക്കാം യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇൻഷുറൻസും കൂടി ചേഞ്ച് ചെയ്ത് തന്നോളൂ. ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ ഹൗസിലെ ജോബിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. 15 കിലോ വരെയുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതൊരു ബെൽറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെടുക്കുക, റിസീവ് ചെയ്യാം. പിന്നെ ആ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഞാൻ റിസീവ് ചെയ്യാം, അതെടുക്കാം, കീറാം, സാധനങ്ങളെടുത്ത് പൊക്കി നമ്മൊരു KG കൊണ്ടേ വെക്കാം, അതുന്തി വേറൊരു സ്ഥലത്ത് കൊണ്ടേ വെക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. 15 കിലോ വരെയുള്ള സാധനങ്ങൾ നമ്മൾ തനിയെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിന് മേലുള്ള വെയിറ്റുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ടീം ലിഫ്റ്റ് ആണ്, ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാം. റിസീവിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാക്കിങ്, സ്റ്റോറിങ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫോക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ട്രെയിനിങ് തരും. അവരൊരു ടെസ്റ്റ് ഇടും, പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈസൻസും കൂടി തരും. അപ്പോൾ 1 വർഷത്തേക്ക് അവരുടെ FCയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് നമുക്ക് കിട്ടും. കഷ്ടപ്പാടാണോ എന്ന് ചോദിച്ചാൽ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പണിയുണ്ട്. ഇവിടെ വന്നവർ സുഖമായിട്ട് പണിയെടുക്കാം, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്യാമെന്നൊന്നും ആരും വിചാരിക്കില്ലല്ലോ. അങ്ങനെ ആർക്കും പെട്ടെന്ന് ജോലി കിട്ടത്തില്ല. റെസ്റ്റോറൻറ്റിലായാലും പാത്രം കഴുകാനായാലും ക്ലീനിങ്ങിനായാലും അതിൻ്റെതായിട്ടുള്ള പണിയുണ്ട്. എല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സ്റ്റുഡൻസ് ജീവിക്കണത്.